പാലക്കാട് പട്ടാമ്പി തൃത്താലയിൽ അധ്യാപകനോട് വിദ്യാർത്ഥി കൊലവിളി പ്രസംഗം നടത്തിയ സംഭവത്തിന്റെ വീഡിയോ പ്രചരിപ്പിച്ചതിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വിശദീകരണം തേടി. വിദ്യാഭ്യാസ ഉപഡയറക്ടറും ചൈൽഡ് ലൈനും 10 ദിവസങ്ങൾക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. അധ്യാപകർ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അതീവ ഗൗരവതരമെന്ന കമ്മീഷൻ വിലയിരുത്തുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി AB ജയശങ്കർ ടെലിഫോണിൽ ചേരുന്നു. തിരുവനന്തപുരത്ത് ജയശങ്കർ, ഏത് സാഹചര്യത്തിലാണ് ബാലാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെടാൻ തീരുമാനിച്ചത്? അതായത് SKN ഈ വിദ്യാർത്ഥി ഇത്തരത്തിൽ അധ്യാപകരോട് കയർത്ത് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ അധ്യാപകർ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്, മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ നൽകിയത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഒപ്പം തന്നെ ചൈൽഡ് ലൈൻ എന്നിവരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഒപ്പം തന്നെ ഈ വിഷയം, ഈ അധ്യാപകർ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അതീവ ഗൗരവകരം എന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം കമ്മീഷൻ തുടർ നിയമ നടപടികൾ ആലോചിക്കും. പോലീസിനോട് ഉൾപ്പെടെ ഈ റിപ്പോർട്ടിന് ശേഷമായിരിക്കും വിശദീകരണം തേടുക. എന്തായാലും ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം കാര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം. ഒപ്പം തന്നെ സ്കൂളിൽ നേരിട്ട് സന്ദർശനം നടത്തി കാര്യങ്ങൾ വിലയിരുത്താനും കമ്മീഷൻ ആലോചിക്കുന്നുണ്ട്. ഈ പാലക്കാട് ജില്ലയിൽ അടുത്ത മാസം 7-8 തീയതികളിൽ കമ്മീഷന്റെ സിറ്റിംഗ് ഉണ്ട്. ഈ ഘട്ടത്തിലായിരിക്കും കമ്മീഷൻ സ്കൂളിലെത്തി നേരിട്ട് സന്ദർശനം നടക്കുക. കുട്ടിയെ ഉൾപ്പെടെ നേരിട്ട് കാണാനുള്ള ആലോചന കമ്മീഷനുണ്ട്. എന്തായാലും ഇന്ന് തൃത്താല പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ കേസ് ഒത്തുതീർപ്പാകുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കമ്മീഷന്റെ ഇടപെടൽ കൂടി വരുന്നത്. അധ്യാപകൻ വിദ്യാർത്ഥിയോട് ക്ഷമിക്കുന്നതായി പറഞ്ഞു. വിദ്യാർത്ഥി പിതാവിനൊപ്പം എത്തിയ അധ്യാപകനോട് മാപ്പ് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് തൃത്താല സ്റ്റേഷനിൽ വെച്ച ഈ സംഭവം ഒത്തുതീർപ്പാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസോ മറ്റോ ഇതുവരെ കേസും എടുത്തിരുന്നില്ല. എന്തായാലും ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് നടക്കുന്നതിനിടെയാണ് കമ്മീഷന്റെ ഇടപെടൽ. എന്തായാലും കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുക. SKN. ഓക്കെ, AB ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.